ഷമീർ കൊള്ള നാറി വെട്ടല പുണ്ടച്ചി മോനെ എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ മാത്രമല്ല വിജയനെയും പറഞ്ഞിട്ട്. അപ്പം കുറച്ച് ദിവസമായി ഫാൻസ് ഇങ്ങനെ പറഞ്ഞ് എന്താ അവന് റിപ്ലൈ കൊടുക്കാത്ത, നിങ്ങളെ വിജയനെയും ചേർത്ത് എന്തൊക്കെയോ അപമാനിക്കുന്നുണ്ട്, നിങ്ങളെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്, വൾഗറായിട്ടുള്ള കാര്യം. എന്തായാലും അവൻ്റെ വീഡിയോ കാണാം. എന്നിട്ട് ആ പുണ്ടച്ചി മോനെ എൻ്റെ നല്ലൊരു നടുവിരൽ നമസ്കാര റിയാക്ഷൻ. പുണ്ടച്ചി മോൻ്റെ വീഡിയോയിലേക്ക് വാടാ പുണ്ടച്ചി മോനെ. ഇവനെ ഞാൻ റിയാക്ട് ചെയ്യണോ? എനിക്ക് അള്ളാടെ താല്പര്യമില്ല. ഇവനെന്താ ഞാൻ ചെയ്യേണ്ടത്? അള്ളാണ് ഈ അണ്ണാക്കൊട്ടനെല്ലാം കയറി വന്നിന്. ഇവൻ എന്തിനാണ് നോക്കട്ടെ. പുണ്ടച്ചി അപരാധി മോനെ, വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ടാണോ നീ എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നത്? നിന്റെ മുഖം ആദ്യം ഒന്ന് പോയി നോക്കടാ. അപരാധി നിന്റെ ഇനീഷ്യൽ തന്നെയാണ് പുണ്ടച്ചി മോനെ. നിനക്ക് അറിഞ്ഞു തന്നിട്ട് തന്നെ തന്നതാണ് പുണ്ടച്ചി മോനെ എന്ന്. ഒരു കാര്യം പറയട്ടെ, കുരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുകളിൽ ഞാൻ ബോഡി ഷേം ചെയ്യുന്നല്ല ഇതിനാണ്. നീ ഒന്ന് കണ്ണാടി പോയിട്ട് നോക്ക്. കുരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുകളിൽ നീ മനസ്സിലാക്കി. ഞാൻ കുറ്റം പറയുന്ന നിന്റെ ബോഡി ഷേം ചെയ്യുന്നതല്ല. നിന്റെ മുഖം എങ്ങനെയാ? നിന്റെ മുഖം അങ്ങനെ ആയിപ്പോയി. നീ നിന്റെ തന്തരോട് ചോദിക്ക്. എൻ്റെ അടുത്തോട്ട് പറഞ്ഞിട്ട് കാര്യം അയാൾ കുരങ്ങനെ മറ്റേ പണിയിട്ടാൻ തോന്നി ഉണ്ടാക്കി മോനെ. സോറി, അതിന് എന്നോട് നീ പറഞ്ഞ കാര്യമില്ല ബോഡി ഷേം എന്ന്. ഈ കുരങ്ങന്റെ ചുണ്ണി പോലെ നിന്റെ മുഖം കണ്ടാൽ അങ്ങനെ പറയാൻ തോന്നുന്നു. അതിന് നീ എന്നെ കുറ്റം പറഞ്ഞ കാര്യം. എടാ പട്ടിയിലും വവ്വാലും ഉണ്ടായ പുണ്ടച്ചി മോനെ, വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ടാണടാ നീ എന്നെ കണ്ണാടി നോക്കുക പറയുന്നത്. ആദ്യം നിന്റെ മുഖം കണ്ണാടി നോക്കടാ. പട്ടി അപരാധി പുണ്ടച്ചി വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ട് വന്ന ഷമീർ പുണ്ടച്ചി മോനെ. കേട്ടോ പുണ്ടച്ചി മോനെ. എന്നാ മിഥുൻ തായോളി നീ പറ. മിഥുൻ തായോളി ബാക്കി പറഞ്ഞാട്ടെ നോക്കാം. മിഥുൻ തായോളിക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ട്, നമുക്ക് നോക്കാം. മിഥുൻ തായോളി പറഞ്ഞാട്ടെ. എടാ പുണ്ടച്ചി മോനെ, തായോ എന്ന് പറഞ്ഞ ആ വാക്കില്ലേ, അത് നിന്റെ വീട്ടിൽ പോയി വിളിക്കിട്ടോ. നിന്റെ വീട്ടിൽ തള്ളേന്റെയും തന്തേന്റെയും അടുത്ത് പോയി വിളിക്ക്. അവരതിനുള്ള റിപ്ലൈ തരും. അല്ല ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടട്ടാ. ഷമീർ പുണ്ടച്ചി വവ്വാല് ചപ്പിയ മോന്തയായിട്ട് വന്ന പുണ്ടച്ചി മോനെ. ഇങ്ങോട്ട് വന്നാൽ നിന്റെ ചെള്ള അടിച്ച് ഞാൻ ലൊക്കേഷൻ ഞാൻ ഇയാളിട്ടിട്ട് പോവാ. ഈ മിഥുൻ അണ്ണന്റെ ലൊക്കേഷൻ ആരും ഒന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിൽ എടുത്താൻ പറ്റില്ല. ഇവന്റെ വീട്ടിൽ എടുത്ത് എന്തായാലും ആരും താമസിക്കാൻ പോകുന്നില്ല. കാരണം അവർ എന്തായാലും ആ വീട് വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ എന്തായാലും സ്ഥലത്തിന് വില ഇടിയും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ആരെങ്കിലും അബദ്ധവശാൽ ഇവന്റെ വീട്ടിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇവന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇയാളിട്ടിട്ട് ഈ പുണ്ടച്ചി കുരങ്ങന്റെ കുണ്ണ പോലുള്ള ഈ മുഖമുള്ള ഈ മിഥുൻ കുണ്ടന്റെ വീട്ടിൽ ഞാൻ പോവാം. ഓക്കെ, നീ എന്നെ എന്തുണ്ടാക്കുന്ന പറയുന്നത്? നീ എന്നെ എന്തുണ്ടാക്കും? നീ 5,000 6,000 ഏതിൽ വന്നാലും നീ എന്നെ എന്തുണ്ടാക്കും? നീ കൊല്ലോ പട്ടിയ പരാതി. അവൻ വലിയ ഷോ ഓഫ് ലൈവിൽ കളിക്കുന്ന പോലെ നേരിട്ട് വന്ന് ഉണ്ടാക്കാൻ നിൽക്കല്ലോ. വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ട് വന്ന് നിൽക്കുന്ന പുണ്ടച്ചി മോ എന്നെ പരാതിക്കാൻ. ഇവിടെ അപരാധി മോനെ. പിന്നെ നിന്റെ അവിടെയൊക്കെ സ്ഥലത്തിന് നല്ല ഇതാണല്ലോ. നിന്നെ പോലെ പ്രാന്തന്മാരുള്ളതുകൊണ്ട് ആ സ്ഥലമൊക്കെ ഇടിഞ്ഞ് അങ്ങോട്ട് ഇതാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പുണ്ടച്ചി മോഹൻലാൽ മമ്മൂട്ടി അത് കഴിഞ്ഞാൽ പിന്നെ നീ ആ യൂണിവേഴ്സിലായിരിക്കും ആദ്യം കോൾ എടുക്കണം. പന്ന പൂടി മോനെ, എന്നിട്ട് ഞാൻ എടുത്ത് കുണക്ക് കേട്ടാ നീ ജീവിക്കുന്നല്ലേ. വവ്വാൽക്കുടം ചപ്പുന്നവരെ ഫോണൊന്നും ഞാൻ എടുക്കൂല. എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. നിന്നെ പോലെ കോളനി വാണല്ലട്ടടാ പുണ്ടച്ചി അപരാധി ഞാൻ. കേട്ടോ, ആളറിഞ്ഞ് കളിക്കടാ നായെ. അവരെ കൂട്ടത്തിൽ തന്നെയുള്ള നാളത്തെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. എനിക്ക് നല്ല ബോധമുണ്ട്. ഇവരെ കുറച്ച് ബുദ്ധിയില്ലടാ. ഇവരെന്തായി പറയുന്നത്? മോഹൻലാലിന്റെ മമ്മൂട്ടിന്റെ കൂടെ ഉള്ളതാണ് പോലെ ഈ കുരങ്ങനെ കുണ്ണ പോലെ മുകളിൽ ഈ പൂരൻ ഇവൻ പറയുന്നത്. ഞാൻ അവരുടെ കൂടെ ഉള്ള നാളെ സൂപ്പർ സ്റ്റാർ ആവും. ഇവര് പറയാൻ കുറച്ചൊരു നാണം തോന്നില്ല. ഞാൻ എന്തിനും നാണം വെക്കണം? എടാ ഞാൻ മമ്മൂക്ക ലാലേട്ടൻ കഴിഞ്ഞാല് നാളത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ തന്നെയല്ല, നീയല്ലടാ കാട്ടവരാതി. എടാ നിന്നോടൊന്നും പറഞ്ഞ് മത്സരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ കൂടുതൽ ലൊക്കേഷനിലുള്ള പട്ടി. നീ വരുന്ന അപ്പൊ നീ എനിക്കും ചപ്പി തന്ന് ചൊറിയാൻ വേണ്ടി വരിക. അപ്പൊ എല്ലാവർക്കും നീ ഇങ്ങനത്തെ ചൊറിയലും ചപ്പലും കുഴിഞ്ഞു കൊടുക്കലുണ്ടല്ലേ. എനിക്കൊന്നും വേണ്ട പുണ്ടച്ചി മോനെ. പോയി വേറെ ആർക്കും പതായിട്ട് പോയി ചൊറിഞ്ഞെടുക്കുക കുഴിഞ്ഞെടുക്കുക ചെയ്യും. പുണ്ടച്ചി അവരാതി നാണം കെട്ട പുണ്ട. വിജയ് അണ്ണന്റെ കുണ്ണ നീ ഇതുവരെ ഊമ്പി കഴിഞ്ഞിട്ടില്ലേ? അയാൾ വിട്. അയാൾക്ക് എന്നെ മടുത്തിട്ടുണ്ടാവും. നീ ഊമ്പി അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. എന്റെ പൊന്നു വിജയ് അയാൾക്ക് അത് മടുത്തിട്ടുണ്ടാവും. ഞാൻ ഉള്ള കാര്യം പറയാം. ഒന്നാമത് നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ അങ്ങനെ പല്ല് തട്ടുന്ന ഭാര്യ. നീ എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും ഞാൻ കാര്യം പറയാം, അയാൾ താരിട്ടുണ്ടാവും. തൊലിയിലെ താരി പോയിട്ടുണ്ടോ? നീ എത്ര കാലായി അയാൾ കുണ്ണടുത്ത് ഇങ്ങനെ വായിട്ട് ചപ്പിക്കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് നാണോ വായില്ല. മതിയാക്കി കൊടുക്കണം കുണ്ണെ. ഡെയിലി തൊപ്പീൻ്റെ ആക്കുന്നവനാണ് എന്നെങ്ങനെ പരിഹസിക്കുന്നത്. സത്യം പറഞ്ഞാല് നിന്റെ പല്ലില് പിന്നെ അവന്റെ ഒരഞ്ഞൊരഞ്ഞിട്ട് അവന് തേയ്മാനം വന്നിട്ടുണ്ടാകുമോ? സാമാനം അവിടെ തന്നെ ഉണ്ടോ അവൻ്റെ? അല്ല ഇനിയിപ്പം നീ വെച്ച് പിടിപ്പിക്കണം. ഒരു നാണുണ്ടാ നായെ. ആ ചെക്കനെ ഒന്ന് സമാധാനം കൊടുക്കും. കുറേ കാലമായില്ലേ, ഒന്ന് ഫ്രീ ആക്കി വിട്. നീ ഇങ്ങനെ ചപ്പി അതിന് മുള്ളാൻ പോലും ഉണ്ടാവൂല പുണ്ടച്ചി മോൻ. നീ എന്നെ വിജയനെ കുറിച്ച് ഞാൻ അപവാദം പറഞ്ഞു. എടാ നിന്നെ ഞാൻ പറയും, വിജയണ്ണന്റെ പേര് നീ ഇട്ടിട്ടില്ല. അതായത് ഇവൻ എന്തിനും വിജയണ്ണന്റെ പേര് ഇതിലിട്ടെന്നൊക്കെ മനസ്സിലാകുന്നത്. ഇവന്റെ മനസ്സിൽ ഇവൻ ചിന്തിക്കുന്നത് ഇവനും വിജയണ്ണനും ഒരേപോലെയുള്ള ആളാണെന്ന് ഇവൻ ചിന്തിക്കുന്നത്. ഇവനും വിജയണ്ണനും ഒരേ തരത്തിലുള്ള ആളാണെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇവനെന്താ ബുദ്ധിയില്ലേ? നീ നിന്റെ മുഖം നോക്കണം. നീ ആരാമൊന്ന് ആലോചിച്ചോക്കണം. കുണ്ണെ കുരങ്ങനെ കുണ്ണി പറ്റാണ്. എടാ വവ്വാൽക്കുടം മുന്നിലേക്കായിട്ടുള്ള മോന്തയായിട്ടുള്ള പുന്നാര മോനെ,
നീ എന്നെ ഉണ്ടാക്കരുത്, ആരെ വെച്ച് കമ്പയർ ചെയ്യണമെന്ന് കേട്ടോ. നീ തൊപ്പീൻ്റെ ചപ്പിയാൽ മതി, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടട്ടാ, കാട്ടവരാതി. പോയിക്കോ. ഓക്കെ, ഫാമിലിനെ ആയിട്ട് ചന്ദ്രമായ ഒന്നല്ല നടക്കുന്നത്, ഫാമിലി വരാൻ വേണ്ടി ഞാൻ പറയാലോ. നിങ്ങൾ വല്ല ചന്ദ്രമായ പരസ്പരോ ഇപ്പൊ ഏതാ പുതിയതെന്നൊക്കെ അറിയില്ല, അതങ്ങനെ പോയിട്ട് കാട്ടോ. ഓക്കെ, ആ കഴിഞ്ഞ ഇപ്പോൾ പഞ്ഞ പൊലാടി വേണ്ടത്. ഇല്ലടാ, നിന്നെ അവരിങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് പുണ്ടച്ചി മോനെ. അല്ല നിന്റെ ഈ അപരാധം കണ്ടിക്കലല്ല. നാളത്തെ സിനിമയെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, അഭിനയം, ആക്ടിങ്. അല്ല നിന്നെപ്പോലെ ഇങ്ങനെ ഏത് നേരം ചപ്പലും മുമ്പലും ഉള്ള സ്വഭാവമായിട്ടല്ല അപരാധം പറഞ്ഞു നടക്കുന്നല്ല കേട്ടോ. കോമാളി വേണം വവ്വാൽക്കുടം ചപ്പിയ മോന്തയായിട്ട് വന്നിരിക്കുന്ന പുണ്ടച്ചി ഷമീർ മോനെ. നിന്റെ മോന്ത ഒരു ദിവസം അടിച്ച് ഞാൻ പൊട്ടിക്കും ഇതിനൊക്കെ. പന്ന അപരാധി.